നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത വാഹന പണിമുടക്ക് തൃത്താല മേഖലയിൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു പണിമുടക്ക്. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം പണിമുടക്കിൽ പങ്കെടുത്തു. പണിമുടക്കിനെ തുടർന്ന് KSRTC, സ്വകാര്യ ബസ്സുകൾ എന്നിവ സർവീസ് നടത്തിയില്ല. ഭൂരിഭാഗം ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയില്ല. പണിമുടക്കിനെ ധാർമ്മികമായി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചുവെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. വാഹന പണിമുടക്ക് കണക്കിലെടുത്ത് SSLC മോഡൽ പരീക്ഷയും സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു. നിരപരാധിയായ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതായി പരാതി. തൃത്താല കല്ലടത്തൂർ സ്വദേശിയും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കുമരനെല്ലൂർ കല്ലടത്തൂർ ചെറുവളപ്പിൽ പരേതനായ വേലായുധന്റെ മകൻ സോമരാജനാണ് ക്രിമിനൽ കേസിൽ കുടുങ്ങി ജയിലിൽ കിടന്നത്. ഇത് സംബന്ധിച്ച് മാതാവ് വള്ളി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. നിരപരാധിയായ തന്റെ മകനെ ചങ്ങരംകുളം പോലീസ് ക്രിമിനൽ കേസിൽ കുടുക്കിയതാണെന്നും ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി മകന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തണമെന്നും വള്ളി നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം വിശദീകരിച്ചത്. വള്ളിയുടെ മകൻ സോമരാജൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 612/2020 നമ്പർ കേസിൽ പ്രതിയാക്കപ്പെടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂലിപ്പണിയും ഡ്രൈവർ പണിയും മറ്റും ചെയ്ത് ജീവിച്ചു വരുന്ന സോമരാജൻ സിനിമ സീരിയൽ രംഗത്തും പ്രവർത്തിച്ചു വരവെയാണ് പോലീസ് കേസിൽ കുടുങ്ങിയത്. ചാലശ്ശേരി സ്വദേശിയായ ചങ്ങരംകുളത്തെ അടയ്ക്ക വ്യാപാരിയെയും സുഹൃത്തിനെയും കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലാണ് സോമരാജനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 29 ഒരു ആൽബം തയ്യാറാക്കാനായി ഒരു സുഹൃത്താണ് സോമരാജൻ്റെ വാഹനം വാടകയ്ക്ക് വിളിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ സോമരാജൻ്റെ കാറിൽ അക്രമി സംഘം അതിക്രമിച്ച് കയറുകയും ഒരാൾ സോമരാജൻ്റെ കഴുത്തിന് പിൻവശത്തെ കത്തി മുനവയ്ക്കുകയും അവർ പറഞ്ഞ സ്ഥലത്തേക്ക് വാഹനം ഓടിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നുമാണ് ഇവർ പറയുന്നത്. പിന്നെ എൻ്റെ FIR എടുത്ത് നോക്കിയാൽ ഞാനാണ് അയാളെ ബലമായിട്ട്, പിന്നെ അയാളെ മാല ഇതൊക്കെ ഞാനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആദ്യം 3-ാം പ്രതിയായിരുന്നു, പിന്നെ ഇപ്പോൾ 9-ാം പ്രതിയായി. പിന്നെ ഇപ്പോൾ പറയും മാപ്പുശാശി കേൾക്കാന്ന് പറഞ്ഞു. ഇതെനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് സത്യം നേരിൽ വരണം. ഇത് സത്യം അന്വേഷിച്ചിട്ട് അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്ത് ഇന്ന് ശിക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ജയിലിൽ വെറുതെ കിടന്നത് എന്താ, ഇന്നൊരു ചോദ്യങ്ങൾ, ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്താണ് ഈ ഒരു ഡ്രൈവറായി ഒരു പ്രതിനെ പിടിച്ചുകൊണ്ട് അവർ ചോദിക്കണ്ടേ, എന്താണ് ഈ സോമരാജൻ എന്നോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് സോമരാജനെ നിരവധി തെളിയിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് വരാം, അതിൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാം. അങ്ങനെയാണ് ഇന്നെ വീട്ടിൽ നിന്ന് കൊണ്ടത്. അവിടെ പോയി പോലീസുകാർ ചോദ്യങ്ങളും ചെയ്തു. നേരെ എടുത്ത് അതിൻ്റെ ലോക്കപ്പിലാക്കി ചെയ്ത് പിന്നെ അന്വേഷണം, പിന്നെ അവരുടെ മാപ്പുശാശിയായിട്ട് അവർ കൊടുക്കുന്ന മൊഴിയിൽ എന്നെ ചേർത്തിക്കണം. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കാരണം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് പറയാനുള്ളത്, ഇതിൻ്റെ സത്യാവസ്ഥ തുറന്നിട്ട് എന്താണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് നീതി നിൽക്കണം. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. ഞാൻ ആത്മഹത്യ വരെ ഇത് ആയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ജീവിക്കേണ്ടതുണ്ട്. വെറുതെ എന്നെ കൊണ്ടുപോയിട്ട് ഈ നവാസ് ഖാദർ പറഞ്ഞ ആളാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഇതിൻ്റെ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഈ തട്ടിക്കൊണ്ട് അടക്കവാട് തട്ടിക്കൊണ്ടതല്ല, ഇവര് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാതും ഇതിലൊന്നുമില്ല. ഇത് പ്രകാരം അക്രമി സംഘത്തിന് നിർദ്ദേശപ്രകാരം വയനാട്ടിൽ പോവുകയും പിന്നീട് സോമരാജനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വാഹനം കൈക്കലാക്കുകയും പോലീസിൽ അറിയിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അത്രേ. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് വാഹനം തിരിച്ചു നൽകിയത്. എന്നാൽ ഇതിൽ സുഹൃത്ത് മറന്നുവെച്ച ബാഗ് തിരികെ കൊടുക്കുവാൻ ചെന്ന സോമരാജനെ യൂണിഫോം ഇല്ലാതെ എത്തിയ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരു ചോദ്യവുമില്ലാതെ 21 ദിവസം ജയിൽ അടയ്ക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു. പോലീസുകാർ യഥാർത്ഥ കാരണം ചോദിക്കാതെയാണ് തൻ്റെ മകനെ ജയിലടച്ചതെന്നും നിരപരാധിയായ തൻ്റെ മകനെ കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കേസ് പുനരന്വേഷണം നടത്തണമെന്നുമാണ് സോമരാജൻ്റെ അമ്മ വള്ളി ആവശ്യപ്പെടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ബാബുവിനൊന്ന് പറഞ്ഞേക്കും പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ നേരിട്ട് സോമരാജനെ ലോകത്തിലേക്ക് ആക്കിക്കാണ്. സോമരാജനോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബം വളരെ തളർച്ചയാണ്. ഞങ്ങൾ അത്രയും അന്വേഷിച്ചറിയാതെ ഇപ്പോൾ ഇത് പറയേണ്ട വെച്ചിട്ടാണ്. അത്രയും കുടുംബം തളർച്ചലാണ് എൻ്റെ പോയത് സർ. എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ച് ആരാണ്ട് സ്വർണ്ണമൊക്കെ വെച്ചിട്ട് വക്കീലിന് പൈസ കൊടുത്ത് പിറ്റേസ് ഇറക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേസ് ഇറക്കി തന്നില്ല. പിന്നെ ഞങ്ങൾ പട്ടാമ്പിക്ക് പോയി. ഏതോ കൊപ്പത്തുള്ളൊരു വക്കീലിനെ എത്തിച്ച് അവിടേക്ക് ഇതേപോലെ സ്വർണ്ണമൊക്കെ പണം വെച്ചിട്ട് വക്കീലിന് 14,000 രൂപ കൊടുത്ത് അവിടുന്ന് ജാമ്യം 5ാമത്തെ ജാമ്യമാണ് ഇവന് കിട്ടിക്കുന്നത്. മഞ്ചേരിക്ക് ഞാൻ 4 കോപ്പി പോയി ഇവനെ കാണാൻ. കാണിച്ചു തരില്ല, കൊറോണ എന്ന് പറയും. പിന്നെ കാണിച്ചു തരും. പിന്നെ 2 കോപ്പിന് കാണിച്ചു തന്നു. പിന്നെ ഞാൻ ഒരു 5-6 കോപ്പി പഞ്ചായത്തിൽ പോയിട്ടു. അപ്പം എൻ്റെ ഇവന് വന്ന പോലെ ഇനി ഒരു കുടുംബത്തിൽ ആർക്കും ഈ ഒരു സംഗതി വരാൻ പാടില്ല. നമ്മളെ നാട്ടിൽ ആർക്കും വരരുത് ഇവന് വന്ന പോലെ. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ 75 ദിവസം ഞങ്ങൾ വീട്ടിൽ ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. ഞാനും എൻ്റെ മോളും എൻ്റെ പേരക്കുട്ടിയും
ഇവനും അനിയനും പിന്നെ അതിലെ വീട്ടിലാണ്. ഇങ്ങനെ ഞങ്ങൾ അത്രയും വിഷമിച്ചിട്ടാണ് കഴിഞ്ഞത് ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവന് നല്ല ബുദ്ധി കൊടുക്കട്ടെ, ഞാൻ പൊന്നാനി ജയിക്കുന്നത് പറഞ്ഞ് സൂപ്രണ്ട് സാറിനെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ മോനെ നിരപരാധിയാണ്, എൻ്റെ മോനെ കള്ളന്മാരെ കൊണ്ടിട്ടിട്ട് എൻ്റെ മോനെ ഇറക്കി തരണം പറഞ്ഞു. അപ്പോൾ അമ്മ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ പോലീസുകാർ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്നിൽ നിന്നുമുള്ള അനധികൃത മണൽക്കടത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. മണൽക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. ഭാരതപ്പുഴയിലെ ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ നിന്നും അനിയന്ത്രിതമായുള്ള മണലെടുപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓങ്ങല്ലൂർ വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. നദീ സംരക്ഷണ നിയമങ്ങൾ പാലിക്കാതെയാണ് മണലെടുപ്പ് നടക്കുന്നത്. റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിട്ട് മണലെടുപ്പിന് അധികൃതർ സഹായിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ഇവിടെ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓങ്ങല്ലൂർ പഞ്ചായത്തിലെയും ദേശമംഗലം പഞ്ചായത്തിലെയും കിണറുകളും ജലസ്രോതസ്സുകളും തന്നെത്താൻ പൊന്തുന്ന അവസ്ഥ, ഈ ജലം ഉയരുന്ന അവസ്ഥ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇതിൻ്റെ ഈ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തുവിടുന്ന അവസ്ഥയുണ്ടായത്. അന്വേഷിച്ചപ്പോൾ അതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല. ഈ വേനൽ വരുന്ന ഈ അവസ്ഥയിൽ വെള്ളം തുറന്നു വിടാൻ കോൺട്രാക്ടർക്ക് മണലെടുക്കുന്ന സൗകര്യത്തിന് മാത്രമായിട്ടാണ് ഇത് തുറന്നു വിട്ടത് എന്നാണ് അറിയുന്നത്. ഈ പ്രദേശത്തെ മണലുകൾ മുഴുവൻ എടുത്ത് കാരക്കാട് പ്രദേശം വരെ മണലുകൾ കൊണ്ടുപോവുകയാണ്. ഇത് 32.5 കോടി രൂപയ്ക്കാണ് ഈ റെഗുലേറ്റർ നിർമ്മിച്ചതെങ്കിൽ ഇതിനോളം രൂപയ്ക്കുള്ള മണലുകൾ ഈ ഭാരതപ്പുഴയിൽ നിന്നും ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ കടത്തി എന്നുള്ളത് വസ്തുതയാണ്. ഇനിയും ഇവിടെ നിന്ന് മണൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ സമര പരിപാടികൾ, ആ വണ്ടി പിടിച്ചെടുക്കുന്നതടക്കമുള്ള സമര പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വവും ഇവിടുത്തെ ജനങ്ങളും മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഷട്ടറുകൾ താഴ്ത്തി ഇവിടെ ജലസ്രോതസ്സാക്കുകയും ഇതിൻ്റെ ലക്ഷ്യം ജനങ്ങൾക്ക് എത്തിക്കുകയും വേണം. ഇത് ഷട്ടർ താഴ്ത്തി ഇവിടെ വെള്ളം നിന്നാൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഗുണം ഈ 3 പഞ്ചായത്തുകൾക്കും ഉണ്ടാവുകയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തി ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് VP രവീന്ദ്രനാഥ്, വാടാനംകുറിശി മണ്ഡലം പ്രസിഡന്റ് A ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം മുഹമ്മദ് അലി, ഇമ്പിച്ചിമണി, സലീം കള്ളാടിപ്പറ്റ, പ്രവീൺ ജി നായർ, രൂപേഷ്, ഫൈസൽ തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KR സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വിവാദമായ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ദേവസ്വം നടപടിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. മെയ് മാസത്തിൽ വിരമിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പാലക്കാട് ജില്ലയിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചോള ശില്പകലയുടെ അപൂർവ സ്മാരകമായ കട്ടിൽ മാടത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഒരു നിവേദനത്തിലൂടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് അഖിൽ. ഭാരത് ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീനിവാസ് കുറുപ്പത്ത് പാലക്കാട് ഗുരുവായൂർ ദേശീയപാതയോരത്തെ കൂട്ടുപാത എന്ന സ്ഥലത്താണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1976 ജനുവരി 6 കേരള സർക്കാർ ഈ ചരിത്ര സ്മാരകത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്മാരകം സർക്കാർ സംരക്ഷണമൊന്നുമില്ലാതെ പരിസരവാസികൾ കയ്യേറിയും കാടുകയറിയും നശിക്കുകയാണ്. കാലങ്ങളായി പുരാവസ്തു വകുപ്പ് അധികൃതർ ഈ ചരിത്ര സ്മാരകത്തെ അവഗണിക്കുകയാണ്. കൃത്യമായ പഠന ഗവേഷണങ്ങൾ ഇതു സംബന്ധിച്ച് നടന്നിട്ടില്ല എന്നത് ദുഃഖകരമായ കാര്യമായി തുടരുന്നു. സംരക്ഷിത സ്മാരകം എന്ന നിലയിൽ കേരള സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഈ സ്മാരകത്തിന് 70-ൽ കൂടുതൽ സെന്റ് ഭൂമിയും ഏറ്റെടുത്തിരുന്നു.
എന്നാൽ ഈ ഭൂമിക്കും സ്മാരകത്തിനും ആവശ്യമായ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ ഭൂമി കയ്യേറ്റങ്ങൾ ചെറുക്കാനോ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇക്കാരണങ്ങളാൽ തന്നെ ഈ സ്മാരകത്തിന്റെ ഭൂവിസ്തൃതി കേവലം 5 സെന്റായി കുറഞ്ഞിരിക്കുന്നു. ദേശീയപാതയുടെ വികസനത്തിനായി ഈ സ്മാരകം പൊളിച്ചുമാറ്റണം എന്ന നിർദ്ദേശം വന്നെങ്കിലും ചരിത്രകാരന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും എതിർപ്പിനെ തുടർന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു. കട്ടിൽമാടം എന്ന ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക സ്മാരകത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ശ്രീനിവാസ് കുറുപ്പത്ത് തന്റെ നിവേദനം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. 2020 നവംബർ 3 നൽകിയ അപേക്ഷമേൽ 2020 നവംബർ 8 തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആവശ്യമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. കട്ടിൽമാടത്തിലേക്കുള്ള കയ്യേറ്റങ്ങൾ മുഴുവനായി ഒഴിപ്പിച്ചുകൊണ്ട് ഭൂമി അളന്നു തിട്ടപ്പെടുത്തി സംരക്ഷണ ഭിത്തി ഒരുക്കാൻ സർക്കാരിൽ നിന്നും അടിയന്തര നടപടിയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് വിവരാവകാശ പ്രവർത്തകൻ കൂടിയായ തൃത്താല ഒതളൂർ സ്വദേശി ശ്രീനിവാസ് കുറുപ്പത്ത്. വളരെയധികം അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് കട്ടിൽമാടം. തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഈ ചരിത്ര സ്മാരകത്തിന് യാതൊരു തരത്തിലുള്ള പുരോഗമനപരമായുള്ള അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയും തീർക്കാനോ ഒന്നും നമ്മുടെ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ പുരാവസ്തു വകുപ്പും അതിനുവേണ്ട നടപടികളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിന് ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രധാനമന്ത്രിയെ അറിയിക്കാം. എന്നതിന് ശേഷം നമുക്ക് എന്ത് ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. CCTV ന്യൂസ് തൃത്താല. വിഷുവെത്താൻ 1 മാസത്തിലേറെ ദിവസങ്ങൾ ഇനിയുമുണ്ടെങ്കിലും കണ്ണഞ്ചിപ്പിക്കും കാഴ്ച വിരുന്നൊരുക്കി നാടെങ്ങും പൂത്തു നിൽക്കുകയാണ് കണിക്കൊന്ന. വേനൽ ചൂടേറിയതോടെ നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ കണിക്കൊന്ന മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. വെള്ളിയങ്കല്ല്, കൊടിക്കുന്ന് റോഡരികിലെ നീളാതീരങ്ങളിൽ കൊന്നമരങ്ങൾ പൂവിടാൻ ആരംഭിച്ചിട്ടേയുള്ളൂ. അതേസമയം നാട്ടിടവഴികളിലും ഗ്രാമങ്ങളിലുമെല്ലാം കണ്ണിന് വർണ്ണക്കാഴ്ചയൊരുക്കി കൊന്നമരങ്ങൾ പൂത്തുനിൽക്കാൻ തുടങ്ങി. മുൻ വർഷങ്ങളിലേതെന്ന പോലെ കൊന്നമരങ്ങൾ നേരത്തെ പൂവിട്ടതോടെ വിഷുനാളുകൾ വരെ ഇവയുടെ ആയുസ് നീളുമോ എന്ന ആശങ്കയുണ്ട്. കത്തുന്ന ചൂടിലും യാതൊരു പരിപാലനങ്ങളും ലഭിക്കാതെ പാതയരികുകളിലും നാട്ടിടവഴികളിലുമെല്ലാം സ്വർണ്ണവർണ്ണ വസന്തം തീർക്കുന്ന കൊന്നമരങ്ങൾ വേനലിന്റെ സവിശേഷത കൂടിയാണ്. അന്തരീക്ഷ താപനിലയുടെ വർധനവനുസരിച്ചാണ് ഇവയുടെ പൂവിടൽ. മുൻകാലങ്ങളിൽ വിഷുദിനങ്ങൾ അടുപ്പിച്ചാണ് കൊന്നമരങ്ങൾ പൂവിട്ടിരുന്നത്. കാലം തെറ്റി നേരത്തെ പൂക്കുന്ന കണിക്കൊന്നകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും വരാനിരിക്കുന്ന കൊടും വേനലിന്റെയും സൂചനയാണെന്ന് പഴമക്കാർ പറയുന്നു. കൊന്നമരങ്ങൾ നേരത്തെ പൂത്തു തുടങ്ങിയതോടെ വിഷുവിനെ പതിവ് പോലെ കണിവെക്കാൻ ഇത്തവണയും കൊന്നപ്പൂക്കൾ വിപണിയിൽ നിന്നും വാങ്ങേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCTV ന്യൂസ് തൃത്താല. വല്ലപ്പുഴ മാപ്പിളകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. കേരള മാപ്പിളകലാ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് 6ാമത് ശില്പശാല സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു ഉദ്ഘാടനം ചെയ്തു. അക്കാദമി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നാസർ മേച്ചേരി അധ്യക്ഷനായിരുന്നു. കോൽക്കളി എന്ന വിഷയത്തിൽ കേരളത്തിലെ കോൽക്കളി അധ്യാപക സംഘടനയായ കോൽക്കളി അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്കർ ഗുരുക്കൾ ക്ലാസിന് നേതൃത്വം നൽകി. അക്കാദമി ജില്ലാ പ്രസിഡന്റ് റഫീഖ് ചളവറ വിഷയാവതരണം നടത്തി. ഇശൽക്കൂട്ടം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിയാബ് വല്ലപ്പുഴ ദൃശ്യാവിഷ്കാരം നിയന്ത്രിച്ചു. സുഹൈൽ പട്ടാമ്പി, PT സലാം, നൌഫൽ വല്ലപ്പുഴ, ബാലകൃഷ്ണൻ, ഷറഫ് അലി, സക്കീർ, അനീഫ പുലാക്കൽ, PM റഫീഖ്, റഷീദ് കുമരനെല്ലൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായ സന്തോഷത്തിലാണ് കുന്നംകുളം അടുപ്പുട്ടി സ്വദേശിയായ ഷിജോ ജോൺസൺ. ഒറ്റയിരിപ്പിൽ കൈയെടുക്കാതെ നടൻ ജയസൂര്യയുടെ വിവിധ സിനിമകളിലെ 10 കഥാപാത്രങ്ങൾ പേന ഉപയോഗിച്ച് കുത്തിവരച്ചതിനാണ് റെക്കോർഡ്.
മണിക്കൂറുകളോളം ഇരുന്ന് വരച്ച ചിത്രത്തിന്റെ വീഡിയോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ മെയിലിലേക്ക് സുഹൃത്തിന്റെ സഹായത്തോടെ അയച്ചു കൊടുത്തിരുന്നു. തുടർന്ന് ഫെബ്രുവരി 17-ന് റെക്കോർഡിന് അർഹനായി എന്നുള്ള കൺഫർമേഷൻ മെയിൽ ലഭിക്കുകയായിരുന്നുവെന്നും ഷിജോ പറയുന്നു. ഇതൊരു പുതിയ മോഡൽ ഡ്രോയിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ഉപയോഗിച്ചിട്ട് കുത്തി വരയ്ക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ എനിക്ക് റെക്കോർഡ് കിട്ടിയത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും പിന്നെ അതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും. അതായത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൈയെടുക്കാതെ വരച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ആദ്യം ഞാൻ ഒരെണ്ണം വരച്ച് അയച്ചു കൊടുത്തു അവർക്ക്. അപ്പോൾ അവർ 10 ക്യാരക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജയസൂര്യയുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, കിരൺ, ആളെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആളെന്നെ വിളിച്ച് ചോദിച്ചിട്ട് ആൾ മേക്കപ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആൾ പറഞ്ഞു തരിക ചെയ്തത്. അപ്പോൾ അങ്ങനെ ആളുടെ 10 ജയസൂര്യയുടെ 10 ക്യാരക്ടേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ കൺഫർമേഷൻ 17-ാം തീയതി കൺഫർമേഷൻ വന്നു. ഏകദേശം 1 മാസം വരും റെക്കോർഡ് ലഭിക്കാൻ. മണിക്കൂറുകൾ വേണം ഒരു ചിത്രം ഇതുപോലെ വരച്ചെടുക്കാൻ. 30,000 കുത്തുകൊണ്ട് അതിമനോഹരമായി ജയസൂര്യയെ മുമ്പ് ഷിജോ വരച്ചിട്ടുണ്ട്. 30,000-ത്തിലധികം കുത്തുകൾ കൊണ്ട് 34 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഷിജോ ജയസൂര്യയുടെ ചിത്രം പൂർത്തിയാക്കിയത്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറലായിട്ടുമുണ്ട്. ഇതേ തുടർന്ന് ജയസൂര്യ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായ വിവരം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഫോണിൽ അഭിനന്ദനം അറിയിച്ച ജയസൂര്യ ഉടൻ നേരിൽ കണ്ട് സമ്മാനം നൽകുമെന്നും പറഞ്ഞു. എന്നിട്ട് ജയസൂര്യ വിളിച്ചിട്ട് ആൾക്ക് നല്ല സന്തോഷമായി. ആള് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് ഗിഫ്റ്റ് ആള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ ഉഷ ദമ്പതികളുടെ മകനായ ഷിജോ എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ എഞ്ചിനീയറാണ്. ചിത്രവര പഠിക്കാതെ തന്നെ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും കൊണ്ട് മാത്രമാണ് അംഗീകാരത്തിന് അർഹനായത്. ഷിജിന സഹോദരിയാണ്. CCTV ന്യൂസ് കുന്നംകുളം. ഇനി നവമാധ്യമ കാഴ്ച. കുഞ്ഞുങ്ങളോട് വളരെ പെട്ടെന്ന് ഇണങ്ങുന്നവരാണ് മിണ്ടാപ്രാണികൾ. കളിക്കുകയും കൂട്ടുകൂടുകയും മാത്രമല്ല, ഭക്ഷണം വരെ ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുക എന്ന് പറയാറില്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥയും. സ്വന്തം വായിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം കയ്യിൽ നിന്ന് മാത്രമല്ല വായിൽ നിന്ന് വരെ കൊത്തിയെടുക്കുകയാണ് ഈ കക്ഷി. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നെളിയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.